നമസ്കാരം. മോഹൻലാൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ അനുമോദിക്കാൻ അനുമോദന സമ്മേളനത്തിൽ സ്വന്തം നാട്ടിൽ പറവൂരിലേക്ക് എത്തി. എറണാകുളം ജില്ലയിൽ നിന്ന് ആദ്യത്തെ മുഖ്യമന്ത്രിയായി മാറിയ വി.ഡി. സതീശനെ അനുമോദിക്കാൻ എറണാകുളത്ത് ഒരുക്കിയ അനുമോദന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മമ്മൂട്ടി എത്തി. പറവൂർ ഭരതനിലൂടെ ഉയർന്ന് വി.ഡി. സതീശനിലൂടെ ഇന്ന് ഇന്ത്യയാകെ അറിയുന്ന പറവൂരിൻ്റെ സ്വന്തം സലിം കുമാറും എത്തി. മമ്മൂട്ടിയും മോഹൻലാലും സലിം കുമാറും മുതൽ വൻ നിര അണിചേർന്ന അഭിനന്ദന സമ്മേളനങ്ങളുടെ ദിവസമാണ് ഇന്ന് വി.ഡി. സതീശന്. മോഹൻലാലിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം പ്രധാനമായിരുന്നു. നമ്മളെ സംബന്ധിച്ചും ഇതൊക്കെ കാണുക എന്നത് അതീവ പ്രാധാന്യമുള്ളതാണ്. അതെന്തുകൊണ്ടാണ് എന്ന് വീഡിയോയുടെ ഒടുവിൽ പ്രത്യേകമായി ഞാൻ പറയുന്നുണ്ട്. അത് കേൾക്കാൻ അതുവരെ കാത്തിരിക്കണം. ആദ്യം എന്താണ് ഇന്ന് പറവൂരിൽ നടന്നത് എന്ന് നോക്കാം. പ്രസംഗങ്ങളിലൂടെ തന്നെ കേൾക്കാം. വി.ഡി. സതീശൻ മോഹൻലാലിനെ പോലെ ആണ് എന്നതാണ് ശ്രീകുമാരൻ തമ്പി കണ്ടെത്തിയ നിരീക്ഷണം ആ സമ്മേളനത്തിൽ, പറവൂരിലെ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. ഇന്നും ഇത്രയും തിരക്കിലും രാവിലെ 6 മണിക്ക് ഒരു ഷോട്ട് എടുക്കണം എന്ന് ലാലിനോട് പറഞ്ഞാൽ കൃത്യമായി അദ്ദേഹം 6 മണിക്ക് ലൊക്കേഷൻ എത്തിയിരിക്കും. അവിടെ അദ്ദേഹത്തിന് പ്രശസ്തിയോ സമയക്കുറവോ ഒന്നും പ്രശ്നമാവുകയില്ല. അതുകൊണ്ട് അതേപോലെ തന്നെ തൻ്റെ കർമ്മപഥത്തിൽ യാതൊരു പതർച്ചയുമില്ലാതെ നീങ്ങുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ വി.ഡി. സതീശൻ. എന്നാൽ മുഖ്യമന്ത്രി രാജാവിനെ പോലെ ആകരുത് എന്ന് പിണറായി കിട്ടൊന്ന് കുത്തിക്കൊണ്ട് ശ്രീകുമാരൻ തമ്പിയുടെ പ്രത്യേക പരാമർശവും ഉണ്ടായിരുന്നു. ഒരു ആളിനെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾ അവർ വോട്ട് കൊടുത്താണ് ഒരു നേതാവിനെ സൃഷ്ടിക്കുന്നത്. ഒരു ഭരണാധികാരിയെ സൃഷ്ടിക്കുന്നത് ജനങ്ങൾ വോട്ട് ചെയ്താണ്. അനേകം ജനങ്ങൾ മുദ്രാവാക്യം വിളിച്ചാണ്. അങ്ങനെയാണ് നേതാവ് സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷേ നേതാവ് ഭരണാധികാരി കഴിഞ്ഞാൽ അദ്ദേഹം രാജാവും തനിക്ക് വോട്ട് ചെയ്തവരെല്ലാം പ്രജകളുമാണെന്ന് വിചാരിച്ചാൽ അവിടെ ജനാധിപത്യം പരാജയപ്പെടും. ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ അങ്ങനെ ആളല്ല എന്നതുകൊണ്ട് മാത്രമാണ് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ ഞാൻ വന്നത്. ഞാൻ രാജാവാണ്, ഞാൻ കേരളത്തിലെ രാജാവാണ്, ബാക്കി എല്ലാവരും എൻ്റെ പ്രജകൾ എന്ന് വിചാരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയായാൽ നമുക്ക് വളരെയേറെ ദുഃഖിക്കേണ്ടി വരും, വിഷമിക്കേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു നേതാവും ഒരു മന്ത്രിയും രാജാവല്ല. യഥാർത്ഥത്തിൽ അത് പിണറായി ഉദ്ദേശിച്ചാണ് എന്ന് വ്യാഖ്യാനിക്കാമെങ്കിലും മൂപ്പര് ശരിക്കും ഉദ്ദേശിച്ചത് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെയാണത്രേ. സുകുമാരൻ നായർ രാജാവിനെ പോലെ പെരുമാറുകയാണ് വി.ഡി. സതീശനോട് പ്രത്യേകിച്ചും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ നായർ ഭക്തിജന സംഘമാണ് പിന്നീട് നായർ സർവീസ് സൊസൈറ്റി ആയി മാറിയത്. അപ്പം ഈ നായർ ഭക്തിജന സംഘം ആയി തുടങ്ങിയ ആ സംഘടന ഇപ്പോൾ എന്തവസ്ഥയിലാണ്? അവിടെ കസേരയിലിരിക്കുന്ന ഉന്നതൻ നായർ സമുദായത്തിലെ ഭൃത്യനായിട്ടാണോ പെരുമാറുന്നത്? അല്ല, രാജാവായിട്ടാണ്. വി.ഡി. സതീശനുള്ള വിയോജിപ്പ് നിരന്തരം പറയുന്ന സുകുമാരൻ നായർക്ക് സതീശന്റെ സ്വീകരണ വേദിയിൽ തന്നെ കനത്ത മറുപടി അതാണ് ശ്രീകുമാരൻ തമ്പി നൽകിയത്. എന്തായാലും പറവൂരുകാരനായ സലിം കുമാറിന് പറയാനുള്ളത് സതീശന്റെ തെരഞ്ഞെടുപ്പിനെ പറ്റിയായിരുന്നു. ഹൈക്കമാൻഡ് നമ്മളെയൊക്കെ മുൾമുനയിൽ നിർത്തിയ ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. ഒരു പൊളിറ്റിക്കൽ സിനിമയുടെ, ത്രില്ലർ സിനിമയുടെ, ദൃശ്യം 3 പോലുള്ള സിനിമയുടെ ക്ലൈമാക്സ് പോലെ ഏകദേശം 10 ദിവസത്തോളം നമ്മളെ മുൾമുനയിൽ നിർത്തിയിട്ടാണ് ആ സന്തോഷിപ്പിക്കുന്ന വിവരം നമ്മളുടെ ചെവികളിലെത്തിയത്. ഏതായാലും നമ്മൾ പറവൂർക്കാർക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ളൊരു മുഖ്യമന്ത്രിയെ കേരളത്തിന് നൽകി. ഇനിയിപ്പോൾ UDF വിജയിച്ചില്ല എന്ന് കരുതുക, എന്തായിരുന്നു അതിന്റെ അവസ്ഥ? ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കരുതുക. നേരെ ഓപ്പോസിറ്റ്. 102 സീറ്റില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ സീറ്റുകൾ വന്നാൽ സതീഷ് ചേട്ടൻ്റെ അവസ്ഥ എന്തായിരുന്നേനെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത്രയും റിസ്ക് എടുത്തിട്ട് എൻ്റെ ഭാവി പോലും കണക്കാക്കാതെ അദ്ദേഹം എടുത്ത വെല്ലുവിളികൾ അതിന് അഭിനന്ദിക്കാതെ വയ്യ. ആ സന്തോഷത്തിലാണ് സലീമേട്ടൻ മനോരമ പത്രത്തിൽ ഒരു ലേഖനം തന്നെ എഴുതി കൊടുത്തത്. മനോരമയിൽ പത്രത്തിൽ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്
വരുന്നതെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരിചയമുള്ളതിൻ്റെ പേരിൽ ഒരു ഓർമ്മ ഒന്ന് എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റന്നാളാണ് വന്നെങ്കിൽ ഇന്നാണ് അവർ വിളിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകണം, ഞാൻ ഇന്ന് തന്നെ എഴുതി തരാമെന്ന് പറഞ്ഞു. അന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു ഇന്ന് വേണ്ട, നാളെ മതി. ഞാൻ പറഞ്ഞു നാളെ പറ്റൂല, ഞാൻ ഹോസ്പിറ്റലിൽ പോകണം എനിക്ക്. അങ്ങനെ അന്ന് തന്നെ എഴുതി ഞാനത് അയച്ചു കൊടുത്തു, മനോരമയിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞത് പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു പറ്റും, ഇതെൻ്റെ ചങ്കിൽ നിന്നെടുത്ത വാചകങ്ങളാണ്, അതൊരിക്കലും നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ച് നശിപ്പിക്കേണ്ടി വരില്ല. 2 ദിവസം കഴിഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും വന്നാലും വന്നില്ലെങ്കിലും ആ ക്യാപ്ഷൻ നന്നായിട്ടുണ്ട്, വനവാസക്കാരൻ്റെ പട്ടാഭിഷേകം. സത്യത്തിൽ അതാണ് നടന്നത്. വനവാസത്തിന് പോവാൻ നിന്നവരെ നിർബന്ധിച്ച് പട്ടാഭിഷേകം നടത്തിയ ഒരു പറ്റം ജനതയുടെ സായുജ്യത്തിന്റെ കഥയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ശ്രീ വി ഡി സതീശൻ. ആ പട്ടാഭിഷേകത്തിന് ശേഷമാണ് സ്വന്തം നാട്ടിലെ ഈ ആഘോഷം. ആ വേദിയുടെ ഇരട്ടി മധുരത്തെക്കുറിച്ചാണ് മോഹൻലാൽ പറഞ്ഞു തുടങ്ങിയത്. ഇരട്ടി മധുരമുള്ള ഒരു ആഘോഷ നിമിഷത്തിലാണ് നമ്മളെല്ലാവരും. ഒരു ദേശത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ ഒരു നാടിൻ്റെ തന്നെ മുഖ്യനായി മാറിയ അനർഘ നിമിഷം. ഈ നിമിഷത്തെ അഭിസംബോധന ചെയ്ത് എന്ത് പറയണം എന്ന് എനിക്കൊരു കൃത്യമായ ഒരു രൂപമില്ല. എന്നാലും ഞാൻ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങൾ പറയാം. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ നാടൊന്നാകെ ആഗ്രഹിച്ചതിന്റെ ആകാംക്ഷയും അദ്ദേഹം പങ്കുവച്ചു. ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നാടൊന്നായി മുറവിളി കൂട്ടിയ അനുഭവം കേരള ചരിത്രത്തിൽ തന്നെ വിരളമായിരിക്കും. പരവൂരിന് മാത്രമല്ല, കേരളത്തിനാകെ ഈ ഒരാളെ വേണം എന്ന് തോന്നാൻ കാരണം എന്താണ് എന്ന് ഞാൻ ആ ദിവസങ്ങളേറെ ആലോചിച്ചിട്ടുണ്ട്. സത്യസന്ധത, സുതാര്യത. ബഹുമാനപ്പെട്ട സതീശൻ സാറിന് ഇവ രണ്ടും പ്രകടമാണ്. ജീവിതത്തിൽ അങ്ങോളം മറ്റെന്തൊക്കെ കൈമോശം വന്നാലും ഇവ രണ്ടും കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ നിരന്തരം പറയാറുള്ള നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന വിശേഷണ പദവും മോഹൻലാൽ അവിടെ സതീശന് മുന്നിലിരുത്തിക്കൊണ്ട് പ്രയോഗിച്ചു. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായ ശ്രീ വി ഡി സതീശൻ സാർ നെഹ്റുവിനെ പോലെ വലിയൊരു ഡ്രീമർ ആവാതെ തരമില്ല. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിലൂടെ കേരളം മഴവിൽ ഭംഗിയോടെ വളരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. വി ഡി സതീശൻ സിംഗപ്പൂരിന്റെ പ്രിയപ്പെട്ട രാഷ്ട്രനായകനെ പോലെ ആകട്ടെ എന്നൊരാഗ്രഹവും മോഹൻലാലിനുണ്ട്. ഞാൻ നിരന്തരം യാത്ര പോകുന്ന ഒരു സ്ഥലമാണ്, ഒരു രാജ്യമാണ് സിംഗപ്പൂർ. എനിക്കവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്. അദ്ദേഹം മരിച്ചിട്ട് 11 വർഷമായി. ഇപ്പോഴും അവിടുത്തെ സൗഹൃദ സദസ്സുകൾ ഒരു തവണയെങ്കിലും അദ്ദേഹത്തെ ഓർക്കാതെ പിരിയാറില്ല. ചിലർ അദ്ദേഹത്തെ ഓർത്ത് കരയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഭരണാധികാരി ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗമാകുന്നത് സിംഗപ്പൂരിൽ പോകുമ്പോൾ ഞാൻ ഇപ്പോഴും കാണുന്നു. അറിവ്, ലോക അനുഭവങ്ങളിൽ നിന്ന് നല്ല കാര്യങ്ങൾ സ്വാംശീകരിക്കാനുള്ള കഴിവ്, നാടിനോടും മനുഷ്യരോടുമുള്ള ആത്മാർത്ഥമായ സ്നേഹവും സത്യസന്ധതയും കഠിനാധ്വാനവും സമർപ്പണവും ഇവയെല്ലാം ലീ ക്വാൻ യൂവിൽ ഒത്തുചേർന്നിരുന്നു. യാഥാർത്ഥ്യവും സ്വപ്നങ്ങളും നിറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. തീർച്ചയായും ബഹുമാനപ്പെട്ട സതീശൻ സാർ അവ വായിച്ചിട്ടുണ്ടാവും. ഒരാൾക്ക് മറ്റൊരാളാവാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. എപ്പോഴും ജാഗ്രതയോടെ ലോകത്തെയും ജീവിതത്തെയും വീക്ഷിക്കുകയും ഒരു വിദ്യാർത്ഥിയെപ്പോലെ നിരന്തരം പഠിക്കുകയും ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് ലീ ക്വാൻ യൂവിനെ പോലെ സ്വപ്നം കാണാനും കഠിനാധ്വാനത്തിലൂടെ പുതിയൊരു കേരളത്തെ സൃഷ്ടിക്കാനും സാധിക്കട്ടെ. ഇതേ സമയം തന്നെ തന്റെ പ്രധാന മുദ്രാവാക്യം ഇവിടെയും ആവർത്തിച്ചു മോഹൻലാൽ. കഴിഞ്ഞ സർക്കാരിനൊപ്പം ചേർന്ന് നിരന്തരം ആവർത്തിച്ച അതേ മുദ്രാവാക്യം, നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ്. നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് എൻ്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ മയക്കുമരുന്ന് ഒഴുകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ കവാടത്തിൽ വരെ മയക്കുമരുന്ന് എന്ന വിപത്ത് ഇന്ന് എത്തിയിരിക്കുന്നു. ഉരുക്കുമുഷ്ടിയും ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നിൽ നിന്നാൽ മയക്കുമരുന്ന് എന്ന വിപത്തിനെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കും. അതിനുള്ള കരുത്ത് ഈ ഗവൺമെന്റിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഇതൊക്കെ തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പറയുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സർക്കാരായിരുന്നു, പിണറായി നേതൃത്വം നൽകിയ സർക്കാർ. അന്ന് ഇത്തരം വേദികളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായ വിദ്വേഷ ആക്രമണത്തിന്റെ ദുരനുഭവം ഓർത്തിട്ടാകണം മോഹൻലാൽ ഒരു പ്രത്യേക കാര്യം പ്രത്യേകമായി എടുത്തു പറഞ്ഞു, സതീശനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളവരുമായും സൗഹൃദം നിലനിർത്തുന്ന ആളാണ് ഞാൻ. കക്ഷി രാഷ്ട്രീയമല്ല, രാഷ്ട്രബോധമാണ് എന്നെ എപ്പോഴും നയിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എല്ലാ ജനങ്ങളുടേതുമാണ്.
സർക്കാരിനും മുഖ്യമന്ത്രിക്കും മാത്രമായി ഇവിടെ വിപ്ലവങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നും എനിക്കറിയാം. അവകാശങ്ങൾക്കൊപ്പം വരുന്ന നിഴലാണ് കടമകൾ. ഒരു കലാകാരന് എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും എന്നത്തെയും പോലെ സതീശൻ സാറിനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇത്തരത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് കരങ്ങൾ പ്രിയപ്പെട്ട സതീശൻ സാറിനോടൊപ്പമുണ്ട്. എന്തിനും തയ്യാറായി ഞങ്ങൾ കേരളീയർ താങ്കൾക്കൊപ്പമുണ്ട്. ധീരമായി ഞങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുക. നമുക്കൊന്നായി ഈ കേരളത്തെ മാറ്റിയെടുക്കാം. അതിൻ്റെ പരാധീനതകളെ മറികടക്കാം. എല്ലാവരുടെയും പ്രശംസയും അനുമോദനവും മുന്നറിയിപ്പും ഒക്കെ കേട്ട മുഖ്യമന്ത്രിക്ക് ഒരു വാക്കാണ് പറയാനുണ്ടായിരുന്നത്. പറവൂരുകാർക്ക് തന്നെ ഓർത്ത് അപമാനിതരാകേണ്ടി വരില്ല എന്ന വാക്ക്. ഒരു പറവൂരുകാരനും അപമാനഭാരത്താൽ തലകുനിച്ചു നിൽക്കേണ്ട ഒരു കാര്യവും നിങ്ങളുടെ ജനപ്രതിനിധി ചെയ്യില്ല. ഇത്രയും കാലം ഈ നിമിഷത്തിനായി കാത്തിരുന്ന പറവൂരുകാർക്ക് നന്ദിയും പറഞ്ഞു VD സതീശൻ. കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലമായി കണ്ണിമചിമ്മാതെ എന്നോടുള്ള സ്നേഹവും വാത്സല്യവും എല്ലാം എനിക്ക് കോരി തന്നിട്ടുള്ള ജനതയാണ് നിങ്ങൾ. ആ നിങ്ങൾ ഞാൻ ഇവിടെ എത്തി നിൽക്കുമ്പോൾ, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കാണുന്നത് നിങ്ങളെയാണ്, നിങ്ങളെ മാത്രമാണ് എന്ന് നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞുകൊണ്ട് ഈ നാടിനെയും നിങ്ങളെയും മറക്കില്ല. അസാധാരണമായ വിജയവും നേട്ടവും പറവൂരിന്റെ മണ്ണിന്റെ സ്നേഹവും ആരുടെയും ഉള്ളിൽ ആഹ്ലാദം നിറക്കും. കാരണം ഇനി VD സതീശൻ എല്ലാവരുടേതുമാണല്ലോ, നമ്മുടെ ആകെ മുഖ്യമന്ത്രി, ഒപ്പം ആ സർക്കാരും. സർക്കാർ ജനങ്ങളുടേതാണ്, സർക്കാരിനൊപ്പം എന്നാൽ ജനങ്ങൾക്കൊപ്പം എന്നുമാണ്. കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഘട്ടത്തിൽ നേരിടും പോലുള്ള പ്രചരണങ്ങളാണ് കഴിഞ്ഞ കാലത്തിൽ അങ്ങനെ നിന്നതിന്, മോഹൻലാലൊക്കെ സർക്കാരിനൊപ്പം നിന്നതിന് നേരിട്ടത്. അക്കാര്യത്തിൽ ഒരു വ്യക്തത കൂടി ഉണ്ടാകട്ടെ എന്ന് ലാലേട്ടൻ ആഗ്രഹിച്ചു കാണും. ചിലർക്കുള്ള മറുപടിയായി കൂടി നേരത്തെ പറഞ്ഞ കാര്യം, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദത്തെക്കുറിച്ച് VD സതീശനെ ഇരുത്തി പറഞ്ഞ കാര്യം. എന്തായാലും ഇത്തവണ മുണ്ടയിൽ കോരൻ മകൻ വിജയനൊപ്പം നിന്ന് കേരളത്തിന് വേണ്ടി സംസാരിച്ചതുപോലെ ആകില്ല മോഹൻലാലിൻ്റെ അവസ്ഥ. PR എന്ന വാക്കും പറഞ്ഞ് വാർത്താ ചാനലുകളുടെ 8 മണി അവതാരകരുടെ ആക്രമണ ചർച്ച ഉണ്ടാകില്ല. നാട്ടിലെ പ്രചരണങ്ങൾ ഉണ്ടാവില്ല. ഇത്തവണ വടശ്ശേരി ദാമോദര മേനോൻ മകൻ VD സതീശനൊപ്പമാണല്ലോ കേരളീയർക്ക് വേണ്ടി മോഹൻലാൽ സംസാരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇതേ മോഹൻലാൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഒപ്പം നിന്ന് പൊതുകാര്യങ്ങളിൽ നിന്നപ്പോൾ VD സതീശൻ പറഞ്ഞ PR ആഖ്യാനവും അന്ന് നടത്തിയ പ്രതികരണങ്ങളുമെല്ലാം എല്ലാവർക്കും ഓർമ്മ വരും. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഇടുന്ന ഓരോ സോഷ്യൽ മീഡിയ പോസ്റ്റിനും കീഴെ പോയി പിണറായിയുടെ PR-കാർ എന്ന് വിളിക്കുന്നത് കേട്ട് തളർന്നിരുന്ന നാട്ടുകാരിപ്പോൾ ഇതും കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. നാട്ടിലെ പ്രധാനപ്പെട്ട മുഖങ്ങൾ, നമ്മുടെ മലയാളികളുടെ അഭിമാനമായ വ്യക്തിത്വങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോട് സഹകരിക്കുമ്പോൾ അതിനെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വ്യാഖ്യാനിച്ച് അവരെ അപമാനിക്കുന്ന പരിപാടി ഇനിയെങ്കിലും നിർത്തണം. നാളെ BJP സർക്കാരാണെങ്കിലും LDF സർക്കാരാണെങ്കിലും ഇനിയിപ്പോൾ ഈ സർക്കാർ തുടരുകയാണെങ്കിലും ഇവരൊക്കെ ഇവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുക. അതിനപ്പുറത്ത് എന്തെങ്കിലും പ്രതീക്ഷിച്ച് അവരെ ചേർത്ത് വെച്ച് രാഷ്ട്രീയ പ്രതികാരത്തിൻ്റെ സ്വഭാവത്തിൽ അപമാനിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല. ഇത് അനുമോദനത്തിൻ്റെ വെളിച്ചത്തിലെങ്കിലും ഈ കണ്ട കാഴ്ചയുടെ വെളിച്ചത്തിലെങ്കിലും അമ്മാതിരി പ്രചാരണം നടത്തിയവർ ഒക്കെ പുനർവിചിന്തനം നടത്തണം. ഇനിയിപ്പോൾ എന്തായാലും VD സതീശൻ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ സ്വാഭാവികമായും മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അണിനിരക്കും. അതവരുടെ ഉത്തരവാദിത്വമാണ്. അവർ അവരുടെ ജോലി ചെയ്യട്ടെ. കക്ഷി രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയ ആക്രമണവും പ്രചരണവും ഒക്കെ രാഷ്ട്രീയക്കാരും ചെയ്യട്ടെ. കക്ഷി രാഷ്ട്രീയം ചര്യയാക്കിയ അഭിനേതാക്കൾ വേറെയുണ്ടല്ലോ, അവരും ഈ കൂട്ടത്തിലാണ് ഇരുന്ന് അവരുടെ ജോലിയും ചെയ്യട്ടെ. നമുക്ക് എല്ലാം കാണാം. നന്ദി, നമസ്കാരം.